പാലക്കാട് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയിലുള്ള ഒരാളെ മത്സരിച്ചിരുന്നെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനം ഉണ്ടാവുമായിരുന്നു എന്നുള്ളൊരു വർത്തമാനം കൂടി വരുന്നുണ്ട്. ആ വർത്തമാനമൊന്നും വസ്തുനിഷ്ഠമായിട്ടുള്ളതല്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറയാം. അതനുസരിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ നിരീക്ഷണത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രം. പാലക്കാട് ഇടതുപക്ഷ മുന്നണിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. പാലക്കാട് മാത്രമല്ല, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അനുകൂലമായി നല്ല പ്രതികരണമാണ് ജനങ്ങളിലുണ്ടായത്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സ്ഥലത്തും കനത്ത പരാജയം ഉണ്ടാകും. ചേലക്കരയെല്ലാം ദയനീയമായി തോൽക്കും. ഇതാണല്ലോ പ്രചരിപ്പിച്ചത്, ഇതാണല്ലോ സംഘടിതമായി നടത്തിയത്. ആ പ്രചരണമെല്ലാം അസ്ഥാനത്തായി. ചേലക്കരയിൽ മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പാലക്കാട് നല്ല വോട്ടിംഗ് നേടിയെടുക്കാൻ കഴിഞ്ഞു. എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഈ തിളക്കമാർന്നിട്ടുള്ള ബഹുജന പിന്തുണ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയും കരുത്തുമാണ് ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്നത്. BJPക്ക് ദയനീയമായ പരാജയമാണ് ഉണ്ടായത്. ഈ BJPയുടെ പരാജയത്തിൻ്റെ ഒരു കാരണം അവരുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം വളരെ വലുതാണെന്ന് മാത്രമല്ല, BJPയുടെ നയങ്ങൾ മതനിരപേക്ഷത ജനങ്ങളിലും മതേതരവാദികളിൽ വലിയ തരത്തിലുള്ള പ്രതികരണം സൃഷ്ടിച്ചു. BJP ഒരു ഫാസിസ്റ്റ് ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയെ തകർക്കലാണ്, ജനാധിപത്യത്തെ തകർക്കലാണ്. BJP അധികാരത്തിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനാണ്. ആ രാഷ്ട്രീയ ധാരണ കൂടുതൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. പാലക്കാട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് BJPയുടെ അതിനകത്തുണ്ടായിട്ടുള്ള വലിയ ചേരിതിരിവ്. അതിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ ചേരിക്കെതിരായിട്ടുള്ള ചേരിയെ പൂർണ്ണമായും പല വഴികളിലൂടെ UDF സ്വാധീനിച്ച് വോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. UDFന് പാലക്കാട് മുൻകൈയല്ല ഉണ്ടായിട്ടുള്ളത്. BJPക്കകത്തുണ്ടായിട്ടുള്ള സ്പ്ലിറ്റ്, അതിൽ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ വോട്ട് പരമാവധി ശേഖരിക്കാൻ അവർ സംഘടിതമായി നീക്കം നടത്തി. അതിന് പണവും സ്വാധീനങ്ങളും എല്ലാം വലിയ തോതിൽ ഉപയോഗിച്ചു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ്, മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള BJP, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന RSS, അതുപോലെ നിലപാട് സ്വീകരിക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമി. ജമായത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കുക, ഇസ്ലാമിക രാഷ്ട്രം. ആ ജമായത്തെ ഇസ്ലാമി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SDPI, അവരുടെ വളണ്ടിയർ വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട്, ഇതെല്ലാം UDFനോടൊപ്പമല്ലേ? എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചു. മതനിരപേക്ഷതയുടെ കേരളത്തിൻ്റെ മുഖത്തെ വികൃതമാക്കി. ആ വികൃത മുഖത്തിൽ നിന്ന് വർഗീയതയെ ഉപയോഗപ്പെടുത്തി വോട്ട് നേടിയത് കരുത്തല്ല, ദുർബലതയാണ്. അതിനെയാണ് രാജ്യത്തിലെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ പ്രീണന നയം, അത് ന്യൂനപക്ഷ വർഗീയതയാകട്ടെ ഭൂരിപക്ഷ വർഗീയതയാകട്ടെ, ഈ വർഗീയതയെ ചെറുത്ത് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുക എന്ന മഹത്തായ നയത്തെ ദുർബലപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF ചെയ്തിട്ടുള്ളത്. UDFൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള മുസ്ലിം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. മുസ്ലിം ലീഗിൻ്റെ പഴയകാല ചരിത്രമെടുത്ത് നോക്കിയാൽ ജമായത്തെ ഇസ്ലാമിയെ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചവരാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റുമാർ. ഇപ്പോൾ ആ നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കഴിയാതെ വന്നു? ഇത്തരത്തിലൊരു നിലപാട് മുസ്ലിം
ന്യൂനപക്ഷ സമുദായത്തിൻ്റെ സംരക്ഷണം കിട്ടുമെന്നാണോ? ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായി കൂട്ടുകൂടുന്നത് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമോ? RSSനും BJPക്കും കരുത്ത് കൊടുക്കുന്നതാണ് ആ സന്ദേശം. വർഗീയതയെ തീക്ഷ്ണമാക്കുന്നതാണ്. RSSന് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കലാണത്. ഇത് മനസ്സിലാക്കി മുസ്ലിം ലീഗ് ഇത്തരമൊരു നിലപാട് പിന്തുണക്കുന്നുണ്ടോ എന്ന കാര്യം അവർ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും പാലക്കാടിൻ്റെ രാഷ്ട്രീയം BJP RSS സംഘപരിവാറിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള ജനങ്ങളുടെ പോരാട്ടം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് വോട്ട് നേടി വർഗീയതയെ ഇളക്കിവിടുന്ന, രാജ്യത്തെ ശിഥിലീകരിക്കുന്ന UDFൻ്റെ നയങ്ങൾക്കെതിരായി കൂടുതൽ ജനങ്ങൾ ചിന്തിക്കും, പ്രവർത്തിക്കും. അതാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയം നൽകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ബോംബെയിലും ജാർഖണ്ഡിലും. മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ്. ജാർഖണ്ഡിൽ കനത്ത തിരിച്ചടി കൊടുക്കാൻ BJPക്ക് BJP ഇതര പാർട്ടികൾക്ക് സാധിച്ചു. അതൊരു വിശാലമായ ഐക്യം വളർന്നു വന്നതുകൊണ്ടാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ അത്തരമൊരു വിശാലമായ ഐക്യം ദുർബലപ്പെടുത്തി. അതിൽ കോൺഗ്രസിൻ്റെ നയം ഒരു ഘടകമാണ്.